ബദറിനെ സംബന്ധിച്ച് പലരും പല രീതിയിൽ നോക്കിക്കാണുന്നുണ്ടെങ്കിലും പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കൃത്യമായും സത്യസന്ധമായും നാം അതിനെ വിലയിരുത്തുമ്പോൾ, അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു അസ്വത്ത് ബദർ എന്ന് പറയുന്നത്. സത്യാസത്യ വിവേചനം നടക്കുകയും അസമത്വം ഇല്ലാതാവുകയും അസ്വത്ത് ബദർ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കറുത്തവനും വെളുത്തവനും എന്നുള്ള ഒരു ചിന്തയും പണക്കാരനും പാവപ്പെട്ടവനും ഉന്നതനും ദുർബലനും പരദേശിയും സ്വദേശിയും എന്നൊരു വിവേചനം അന്ന് ആ നാട്ടുകാർക്കിടയിലുണ്ടായിരുന്നു, അറബികൾക്കിടയിലുണ്ടായിരുന്നു. അത് ബദർ യുദ്ധം കൊണ്ട് ഇല്ലാതെയായി മാറിയിട്ടുണ്ട്, ആ വിപ്ലവം കൊണ്ട് ഇല്ലാതെയായി മാറിയിട്ടുണ്ട്. സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നവർ. അവർക്ക് സുരക്ഷിതത്വവും സമാധാനവും അഭിമാനവും നേടിക്കൊടുക്കാൻ ബദർ യുദ്ധം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ആ കാലഘട്ടത്തിലെ മക്കയിലുള്ള ജനങ്ങളെ വെച്ച് പുലർത്തിയ ഗോത്രമഹിമകൾ, അതുപോലെ അവരുടെ സാമ്പത്തിക മേൽക്കോയ്മകൾ, അക്രമ സ്വഭാവങ്ങൾ, ഇതെല്ലാം കലിമത്ത് തൗഹീദിന്റെ മുന്നിൽ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥിതിയെ അംഗീകരിക്കാൻ ആ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. അതിനെ ആ വ്യവസ്ഥിതിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവരെ കുതന്ത്രങ്ങൾ എല്ലാം പയറ്റി നോക്കി, എല്ലാം പരാജയപ്പെടുകയും ചെയ്തു. അവസാനം അവരുടെ തീരുമാനം ഇനി എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂലോകത്ത് നിന്ന് ഇല്ലാതെയാക്കണം എന്നതായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിനെ എങ്ങനെ ഇല്ലാതെയാക്കണം എന്നതായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ പ്രതിരോധിച്ചോളൂ.